രാജു. സന്ദീപ് വാര്യർ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ മറുപടി പറഞ്ഞോളൂ. ഞാൻ എത്താം രാജു. അതോടൊപ്പം താങ്കൾ ചോദിച്ചിട്ട് എന്താണ് തെളിവെന്ന്. ഇവിടെ to the Chief Election Commissioner Nirvajan Sadan, Ashok Road, New Delhi. Donation list of BJP above ₹20,000 for the year ending 1/4/2022-2023. അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8 ഒരു 10-20 കോളങ്ങൾ ഞാൻ ഒറ്റ വർഷത്തിൽ ഞാൻ അയച്ചു തരാം. എല്ലാ വർഷവും എടുത്തു വെച്ചിട്ടുണ്ട്, തെളിവാണെങ്കിൽ അത്. രണ്ടാമത്തെ കാര്യം, സന്ദീപ് നേരത്തെ ശാൽകുമാർ പറഞ്ഞതിന് മറുപടി. അതുകൊണ്ട് തെളിവില്ല, നമ്മളൊന്നും പറഞ്ഞില്ലെന്ന് പറയല്ലേ. CPM-ന്റെ ഒരൊറ്റ അക്കൗണ്ടിൽ നടത്തിയ എന്തോ ഒരു പാൻ വിഷയത്തിനാണ് 15 കോടി അടിച്ചു കൊടുത്തത്, ഒറ്റ അക്കൗണ്ടിൽ. അഷ്മി, ഞാൻ അതിലേക്ക് മുഴുവനായിട്ട് കടത്താം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടെ അനിൽ ഭാഷാശുദ്ധിയെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ മറ്റ് ചാനലിൽ നടന്ന കാര്യമൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തായാലും അനിലിൻ്റെ കയ്യിൽ നിന്ന് ഭാഷയുടെ ട്യൂഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർച്ചയായും വൈകാരികമായി പറയേണ്ടി വരും. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ്, ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിൽ 10,000-കണക്കിന് മനുഷ്യരുടെ ചോരയും നീരുമാക്കിയ പണം ഇവർ കൊണ്ടുപോയി ടൂറിസം പദ്ധതിയിൽ നിക്ഷേപിക്കുക, സ്വന്തക്കാർക്ക് ക്രമരഹിതമായി നിയമവിരുദ്ധമായി വായ്പ കൊടുക്കുക, ആ വായ്പ കൊടുക്കാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന തലത്തിലെയും ജില്ലാ തലത്തിലെയും സീനിയർ നേതാക്കന്മാർ ഇടപെടുക, അത്തരത്തിൽ പൂർണ്ണമായും ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള 100-കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു സംഭവം. ആ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിണറായി വിജയനും CPM-ന്റെ നേതാക്കന്മാർക്കും വലിയ പരിഭ്രാന്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കോഴിക്കോട്ടേക്കോ കണ്ണൂരിലേക്കോ പോകുന്ന വഴിക്ക് പിണറായി വിജയൻ ഓടിപ്പിടിച്ച് എന്തിനാണ് CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇറങ്ങിയത്? നല്ല ഭയമുണ്ട്. കാരണം ഇപ്പോൾ മടിയിൽ കനമുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ അറിയാം. 1. 2, ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. CPM-ന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2019-20 നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരമുണ്ട് കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിനെതിരെ, മുത്തൂറ്റ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ അവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് CITU നടത്തിയ സമരം. ആ സമരം കേരളത്തിലെ എല്ലാ മുത്തൂറ്റ് ശാഖകൾക്കെതിരെയും സമരം ഉണ്ടായി. അത് പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ സമരം ഉണ്ടായി. അവസാനം ആ സമരം എങ്ങനെ ഒത്തുതീർപ്പായി എന്നുള്ളത് ഇപ്പോൾ CPM-ന്റെ അക്കാലത്തെ ഫണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് CPM-ന് കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതേ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് വാങ്ങിയിരിക്കുകയാണ്. ഇനി ഇവർ ആരോപണ വിധേയരാക്കിയിട്ടുള്ള മേഘ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്ന് CPM ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിയിരിക്കുകയാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് വാങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം CPM വാങ്ങിയിട്ടാണ് ഈ കൂടുതൽ ചാരിത്ര പ്രസംഗം നടത്തുന്നവരാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പോയി വീഴുന്നത്. വലിയ ചാരിത്ര പ്രസംഗമാണല്ലോ. നിങ്ങളൊക്കെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന്, ഇവർ പ്രകടന പത്രികയിൽ എന്താ പറയുന്നത്? കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് വാങ്ങുന്നത് അവസാനിപ്പിക്കും. ഡോക്ടർ റെഡ്ഡീസ് പിന്നെന്താ? ഡോക്ടർ റെഡ്ഡീസ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേറ്റ് കമ്പനിയല്ലേ? അവരും നിങ്ങൾ പണം വാങ്ങിയിട്ടില്ലേ? മുത്തൂറ്റ് കോർപ്പറേറ്റ് അല്ലേ? അവരും നിങ്ങൾ പണം വാങ്ങുന്നില്ലേ? ഏത് കോർപ്പറേറ്റിനാണ് നിങ്ങൾ പണം വാങ്ങാത്തുള്ളത്? എന്നിട്ട് ഒരു വശത്ത് കൂടി കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങുക, അവരുടെ സ്ഥാപനങ്ങൾ CITU-നെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക, മറുവശത്ത് നേതാക്കന്മാർ പോയിട്ട് പണം വാങ്ങുക, ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പൊ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം കൂടി പറയട്ടെ. ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം എന്താ? ഇന്നിപ്പോ നിങ്ങൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിലെ ഒരു ദേശസാൽകൃത ബാങ്കിൽ CPM-ന്റെ ഒരു അക്കൗണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടാവുന്നതിൽ ഒരു വിരോധമില്ല. ആ അക്കൗണ്ടിലെ പണം ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടിൽ പണം വരും, ആ പണം ഉപയോഗിക്കാം. ഇതിലൊന്നും ആർക്കും തർക്കമില്ല. പ്രശ്നം എവിടെയാ വരുന്നത്? നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ സംബന്ധിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് റിട്ടേണിൽ അത് റിഫ്ലക്ട് ചെയ്യണം. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന കണക്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റിഫ്ലക്ട് ചെയ്യണം. ഇത് റിഫ്ലക്ട് ചെയ്യാത്താണ് പ്രശ്നം. നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് കരുവന്നൂരെ കള്ളപ്പണ പാർക്കിംഗ് ആണെന്ന് വിട്ടോ? സാങ്കേതികത്തിലോട്ട് വന്നോ? ഇത് എക്സാക്ട് ഞാനിതാ പറഞ്ഞ തുടക്കം മുതലേ. അഷ്മി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ അക്കൗണ്ടിലെ പണം എവിടുന്നാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും സംശയം തുടരുകയാണ്. അത് കരുവന്നൂരിലെ പണമല്ല എന്ന് ഹാഷ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഹാഷ്മി മൊഴി കൊടുക്ക്. ഹാഷ്മി ചാനൽ ഇരുന്ന് പറയാതെ പോയി മൊഴി കൊടുക്ക്. കരുവന്നൂരിലെ പണമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ചെടുക്കണം ഞാൻ പറയുന്നത് എന്ന് 24 ചാനലും ഹാഷ്മിക്ക് ഉറപ്പുണ്ടെങ്കിൽ കരുവന്നൂരിലെ പണമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ചെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച കോടതി ഇഡിയോട് ചോദിക്കലാണ്, നിങ്ങൾ എന്തുവാ സാറുമാരെ ചെയ്യുന്നേ എന്ന് ദേവൻ രാമേന്ദ്രൻ ചോദിക്കുകയാണ് ഇഡിയോട്. തെളിവ് കൊടുക്ക്. നിങ്ങൾ എന്തുവാ ചെയ്യുന്ന അന്വേഷണം എന്ന മട്ടിൽ നിങ്ങൾ വർഷം ഒന്നായല്ലോ, എന്തുവാ ചെയ്യുന്നേ എന്ന് ഇഡിയോട് ദേവൻ രാമേന്ദ്രൻ ചോദിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്റെ ഉറപ്പിനെ പറ്റി ചോദിക്കുകയാണോ സന്ദീപ്? എന്താണ് അഷ്മി
ആഷ്മി ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പറയുന്ന മണ്ടത്തരം ഞാൻ ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് മറ്റൊന്നിലേക്ക് ചാടിക്കടിക്കരുത്. ആട് പച്ചല തിന്നുന്നതുമായി ഒരിന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കടിക്കരുത്. നിങ്ങൾ ചോദിച്ച കാര്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. കരിവന്നൂരിലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബാങ്ക് അക്കൗണ്ടിലെ കരിവന്നൂരിൽ വന്നല്ലോ CPM-ന്റെ പുറത്തു പറയാത്ത രഹസ്യ അക്കൗണ്ടുകൾ കരിവന്നൂരിലെ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ അക്കൗണ്ടുകൾ പുറത്തു വരുന്നത്. അത് അന്വേഷിക്കണ്ടേ? ഈ പണം എങ്ങനെ വരുന്നു എന്ന് അന്വേഷിക്കണ്ടേ? സ്വാഭാവികമായിട്ടും രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുടെ മുന്നിലേക്ക് ഇത്തരം തെളിവുകൾ വരുന്ന സമയത്ത് അതൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്ന് ഏത് പൊന്നു തമ്പുരാൻ ചാനൽ റൂമിലിരുന്ന് കൽപ്പിച്ചാലും അത് കേൾക്കാൻ സൗകര്യം ഉണ്ടാവില്ല മിസ്റ്റർ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക്. മനസ്സിലായോ? ഒരു സൗകര്യമില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ. സൗകര്യം ഉണ്ടാവണം ഞാൻ പറയുന്നേ. ഞങ്ങളുടെ താല്പര്യം സന്ദീപ്, ഞാൻ പിന്നെയും പറയുന്നു, അത് കരുവന്നൂരെ പാവങ്ങളുടെ പിടിച്ചു പറിച്ച പണമാണ് അക്കൗണ്ടിലെങ്കിൽ ED അത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം. അല്ലാതെ IT കണ്ണിപ്പൊടിയിടല്ല വേണ്ടത്, അല്ലാതെ കോടതിയിൽ പോയി ED വിയർക്കലല്ല വേണ്ടത്. രണ്ടും കൂടെ പറയല്ലേ? രണ്ട് വള്ളത്തിൽ കാലുകുത്തല്ലേ? ED കഴിഞ്ഞ് 1 വർഷമായി ചുക്കും ചെയ്തിട്ടില്ലെന്നാണ് അതിന്റെ സാക്ഷ്യം. ഒന്നാം കറ്റ കുറ്റപത്രം കഴിഞ്ഞപ്പോ. ഹാഷ്മി ഇതാണ് പറഞ്ഞത്. ഹാഷ്മിക്ക് ആടിന്റെ സ്വഭാവമാണ്. നാട്ടിൻപുറത്ത് ആട് എങ്ങനെ ഒരു പച്ചല തിന്നും, അത് പൂർത്തിയാക്കാതെ അടുത്ത പച്ചലയിലേക്ക് ചാടി പിടിക്കും. കാരണം നിങ്ങളിലേക്ക് പറ്റാത്ത ആർഗ്യുമെന്റ് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. മിനിഞ്ഞാന്ന് രാത്രി റെയ്ഡ് നടന്ന് പുറത്തു വന്ന് ഒരു സെക്കൻഡ് ആദ്യം സന്ദീപ് പറഞ്ഞു കരുവന്നൂരാണെന്ന്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് ഇപ്പുറത്തെ KYC ആയി, സാങ്കേതികതയായി. ആടിനെ പോലെ കടിക്കുന്നത് സന്ദീപാണ്, ഞാനല്ല. ഇതെല്ലാം ഒന്നാണ് ആഷ്മി ഇതെല്ലാം ഒന്നാണ്. നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഒന്നാണ്. കരിവന്നൂരിലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. കരിവന്നൂർ ബാങ്കിൽ നിന്ന് CPM-ന്റെ രഹസ്യ അക്കൗണ്ടുകൾ പിടികൂടുന്നു. അവിടെ KYC പാലിച്ചിട്ടില്ല എന്ന് തെളിയുന്നു. അവിടെ കരിവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവാൻ സഹകരണ നിയമപ്രകാരം വേണ്ട മെമ്പർഷിപ്പ് ആ അക്കൗണ്ട് തുടങ്ങിയവർക്ക് ഇല്ല എന്ന് തെളിയുന്നു. അതിനെ തുടർന്ന് CPM-ന്റെ ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണം സ്വാഭാവികമായിട്ട് ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത്, ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ആ കൊലപാതകത്തിൽ അത് മാത്രമല്ല സ്വാഭാവികമായിട്ടും അവർ ചെയ്ത മറ്റു കുറ്റകൃത്യങ്ങളും ഏജൻസികൾ അന്വേഷിക്കും. അതിന്റെ മോട്ടീവിലേക്ക് അങ്ങനെ എത്താൻ സാധിക്കുകയുള്ളൂ. അവരെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് മറ്റു ബാങ്കുകളിലെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നു. മിനിഞ്ഞാന്ന് രാത്രി മാത്രം റെയ്ഡ് നടക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നു. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ഈ അക്കൗണ്ട് ഇൻകം ടാക്സ് റിട്ടേണിലുണ്ടോ, ഈ അക്കൗണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഫിഡവിറ്റിലുണ്ടോ എന്ന് ഏജൻസിക്ക് പരിശോധിക്കേണ്ടി വരുന്നു. അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടന്നു വരുന്നു. ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, ED എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൽപ്പിക്കേണ്ട. അടുത്ത ദിവസങ്ങളോ പ്രതിപക്ഷം പറയുന്നത് അത് BJP കൽപ്പിച്ചോളൂ. പ്രതിപക്ഷം പറഞ്ഞു അത് കൽപ്പിച്ചോട്ടെ. ഒരു സെക്കൻഡ് നിങ്ങൾ പറയുകയാണ്. നേരത്തെ നിങ്ങൾ മുത്തൂറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ഇടപെടലേക്ക് പറയൂ. ആഷ്മി ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഇനി രാജു പി നായർ പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ കേരള ബാങ്ക് കൊണ്ടുവന്ന സമയത്ത്, കേരള ബാങ്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നു, RBIയുടെ നിയന്ത്രണത്തിലായിരുന്നു. അതിൽ ഭൂരിഭാഗവും UDF-ന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്, ഈ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സഹകരണ ബാങ്കുകളിലെ ചെക്സ് ആൻഡ് ബാലൻസ് പരിശോധിക്കാൻ ഒരു മിഡിൽ ലെയർ സിസ്റ്റം ഈ ജില്ലാ ബാങ്കിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ CPM-ന്റെ കൺട്രോളിലുള്ള ഒരു സഹകരണ ബാങ്ക് ചെയ്യുന്ന ക്രമക്കേട് ജില്ലാ ബാങ്കിൽ ഇരിക്കുന്ന UDF-കാർക്ക് അത് മനസ്സിലാകുമായിരുന്നു. നമുക്കതിൽ വിശാലമായി പോകുന്ന സമയം ഈ അവസാന ഘട്ടത്തിലില്ല. കാര്യം അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഗുജറാത്തിലേക്ക് അഹമ്മദാബാദിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ? അവിടെ ഉണ്ടല്ലോ കോടികൾ മുടിച്ച സഹകരണ ബാങ്കുകൾ, അവിടെയൊക്കെ ഉണ്ടല്ലോ. സന്ദീപ് ആഷ്മി എനിക്ക് ഒറ്റ മിനിറ്റ് മതി. ഞാൻ ഇതാ പറയുന്നത് ആഷ്മി, ഇത് ശരിയല്ല. ഞാൻ ആർഗ്യുമെന്റ് പറയുമ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കുക. എന്തുകൊണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ള പിടിക്കപ്പെടാതെ പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആ മിഡിൽ ലെയർ സിസ്റ്റം LDF ഗവൺമെന്റ് ഇല്ലാതാക്കി. അവിടെ മുസ്ലിം ലീഗ് മാത്രമാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന് വേണ്ടി കുറച്ചെങ്കിലും ഒന്ന് പോരാടിയുന്നത്. കോൺഗ്രസ് കൊടുത്ത കേസിൽ പോലും ഇപ്പൊ അപ്പിയർ ചെയ്യുന്നില്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ജില്ലാ ബാങ്ക് പിടിച്ചെടുത്തതിനെതിരായിട്ട് കൊടുത്ത കേസിൽ ഇപ്പൊ അപ്പിയർ ചെയ്യുന്നില്ല. രാജു പി നായർ മനസ്സിലാക്കണം, നമ്മുടെ വിഷയം സഹകരണ ബാങ്ക് അല്ല സന്ദീപ്. നമ്മുടെ വിഷയം സഹകരണ ബാങ്ക് അല്ല. കരുവന്നൂരും ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കലും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് സന്ദീപ് ആരോപിക്കുന്നതല്ലാതെ ITക്ക് എന്തൊരു ആരോപണമില്ല. ഉണ്ടെങ്കിൽ ഇതിനോട് പുറത്തു വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സഹകരണ ബാങ്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, വേണം ഇനിയും ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേള.